ഗുഡ് മോർണിംഗ് എവരിവൺ. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾക്കറിയാം, നമ്മൾക്ക് യേശുവിലുള്ള വിശ്വാസം കൊണ്ട് അല്ലേ, വിശ്വാസവും ദൈവത്തിൽ നിന്ന് കിട്ടിയതാണ്. നമുക്ക് സ്വന്തമായിട്ട് വിശ്വാസം അങ്ങനെ കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. നമ്മുടെ ക്വാളിഫിക്കേഷൻ അല്ല ദൈവം നമ്മൾ തിരഞ്ഞെടുത്തതിൻ്റെ കാര്യം അല്ലേ. അപ്പോൾ ദൈവത്തിൽ നമുക്കുള്ള വിശ്വാസം കൊണ്ട്, ദൈവത്തിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന വിശ്വാസം കൊണ്ട് നമ്മൾ എബ്രഹാമിൻ്റെയും ഫാമിലിയുടെ പാർട്ടായിരിക്കുന്നു അല്ലേ, എബ്രഹാമിൻ്റെ മക്കളായി തീർന്നിരിക്കുന്നു. അപ്പോൾ എബ്രഹാമിനോട് ദൈവം കൊടുത്തിരുന്ന എല്ലാ പ്രോമിസുകൾക്കും നമ്മളും അവകാശികളാണ് അല്ലെ. നമ്മളുടെ ദൈവത്തിൻ്റെതാണ് ഈ ലോകം. എല്ലാ അധികാരവും സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരവും പവറും യേശുക്രിസ്തുവിൻ്റെതാണ്. യേശുക്രിസ്തുവിന് പിതാവ് കൊടുത്തിരിക്കുന്നതാണ്. അങ്ങനെയാകുമ്പോൾ എങ്ങനെയാണ് സെയ്റ്റന് ഇവിടെ പവർ ഉള്ളത് അല്ലെ? അവൻ എന്തിനാണ് ഇവിടെ ഉള്ളത്? അപ്പൊ സെയ്റ്റൻ ഇവിടെ ഇല്ലീഗലായിട്ടുള്ളതാണ്. ഒന്നാമത് ദൈവത്തിൻ്റെതാണ് ഈ ലോകവും ഭൂമിയും സകലവും ദൈവം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു അല്ലെ. എർത്ത് ദൈവത്തിൻ്റെതാണ്, അതിലെ ഫുൾനെസ് ദൈവത്തിൻ്റെതാണ്, സകല വിധത്തിലുള്ള അധികാരവും യേശുക്രിസ്തുവിൻ്റെതാണ്. തന്നിലുള്ള വിശ്വാസം കൊണ്ട് അബ്രഹാമിന് ദൈവം ഈ ലോകത്തെ തൻ്റെ അവകാശമായിട്ട് കൊടുത്തിരിക്കുന്നു. നമ്മള് എബ്രഹാമിന്റെ ഫാമിലിന്റെ പാട്ടായിരിക്കുന്നത് കൊണ്ടും എബ്രഹാമിന്റെ മക്കളായതുകൊണ്ട് നമ്മൾക്കും ഈ ലോകം അവകാശമായിട്ട് കിട്ടിയിരിക്കുന്നു. ലോകം നമ്മുടേതാണ് അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പം സെയ്റ്റന് എന്തിനാണ് അവകാശം? ഇവിടെ അവകാശം അവനുണ്ട്? ഇല്ല. അവൻ വെറുതെ ഇവിടെ ഇല്ലീഗലായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കുണ്ടെങ്കിൽ, അത് നമ്മൾ മനസ്സിലാക്കി മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഒരു വർക്കുമായിട്ട് എനിമയ്ക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ സാധിക്കത്തില്ല അല്ലെ. നമ്മൾക്ക് അവനെ എതിർത്ത് നിൽക്കാനുള്ള ശക്തി നമ്മുടെ ദൈവം തന്നെ തന്നിരിക്കുന്നു. നമ്മൾ എവിടെയൊക്കെയാണോ അറിവില്ലാതെ പെരുമാറുന്ന അവിടെയെല്ലാം സെയ്റ്റൻ മനോഹരമായിട്ട് ഉപയോഗിക്കുക തന്നെ ചെയ്യും. അതിനെപ്പറ്റിയാണ് എനിക്കിത് പറയുന്നത്. അപ്പോൾ മുമ്പോട്ട് പോകാൻ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച ശേഷം നമുക്ക് സംസാരിക്കാം. സമയത്ത് നന്ദി പറയുന്നു. ഓ ലോർഡ് ജീസസ് മാസ്റ്റർ, ഐ പ്രേസ് യു ആൻഡ് വർഷിപ്പ് യു മൈറ്റി ഫാദർ. അങ്ങനെ പോലെ ദൈവമില്ല കർത്താവേ, അങ്ങയുടെ സ്നേഹം പോലെ സ്നേഹവുമില്ല കർത്താവ്. ലോർഡ് ഫാദർ, അങ്ങയുടെ വചനത്തിനായിട്ട് നന്ദി പറയുന്ന കർത്താവ്. ഞങ്ങളെയും ലോകത്തിന്റെ അവകാശികളാക്കി തീർത്തതിനായിട്ട് നന്ദി പറയുന്നു കർത്താവ്. അബ്രഹാമിന് കർത്താവ് ലോകത്തെ മൊത്തം കൊടുത്താണ് കർത്താവ്. ലോർഡ് ഫാദർ, ഐ പ്രേസ് യു ആൻഡ് വർഷിപ്പ് യു. യേശുവെ, ഞങ്ങളെ വീണ്ടെടുത്ത നന്ദി പറയുന്ന കർത്താവ്. ലോർഡ് ഫാദർ, പ്രേസ് യു ആൻഡ് വർഷിപ്പ് യു മാസ്റ്റർ. കർത്താവ്, ഞങ്ങൾ അറിവില്ലാത്തവര് ആയി പോകാതിരിക്കട്ടെ കർത്താവ്. ലോർഡ് ഫാദർ, അറിവുള്ളവർ അങ്ങ് എന്താണ് ചെയ്തത് എന്ന് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തെന്നുള്ള അറിവോടുകൂടി തന്നെ, ശക്തിയോടുകൂടി, അറിവ് ശക്തിയാണ് കർത്താവെ, ആ ശക്തിയോടുകൂടി ജീവിക്കുന്ന വ്യക്തികളായിരിക്കട്ടെ കർത്താവ്. അങ്ങയുടെ കിങ്ഡം ഈ ലോകത്തിലേക്ക് കൊണ്ടുവരുന്ന വ്യക്തികളായിരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. ഹോളി സ്പിരിറ്റ് ഗോഡ് ഞങ്ങളോട് സംസാരിക്കണമെന്നാ ഞങ്ങളെന്ത് ഫില്ല് ചെയ്യണം. പിതാവെ, അങ്ങേക്കായിട്ടും പുത്രനായിട്ടും ഹോളി സ്പിരിറ്റ് ഗോഡ് നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ ആമേൻ. നമുക്കിന്ന് റോമകൃത ലേഖനത്തിലേക്ക് പോകുന്ന 4-ാമത്തെ ചാപ്റ്ററിന്റെ 13ഉം 14ഉം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. റോമറിന്റെ 4-ന്റെ 13ഉം 14, ലോകാവകാശി ആകും എന്നുള്ള വാഗ്ദത്തം അബ്രഹാമിനോ അവന്റെ സന്തതിക്കോ ന്യായപ്രമാണത്താലല്ല വിശ്വാസത്തിന്റെ നീതിയാലോ ലഭിച്ചത്. എന്നാൽ ന്യായപ്രമാണമുള്ളവർ അവകാശികളെങ്കിൽ വിശ്വാസം വ്യർത്ഥവും വാഗ്ദത്തം ദുർബലവും എന്ന് വരും. അപ്പൊ ഇത് ദൈവം എബ്രഹാമിന് കൊടുത്തിരിക്കുന്ന ഒരു വാഗ്ദാനമാണ് അല്ലെ. ലോകത്തിന്റെ അവകാശിയാകും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എബ്രഹാമിന്റെ പാട്ടായതുകൊണ്ട് നമ്മളും ഈ ലോകത്തിന്റെ അവകാശികൾ. നമ്മൾ ചില്ലക്കാരല്ല അല്ലെ, ദൈവത്തിന്റെ മക്കളാണ് നമ്മൾ. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ ലോകത്തിന് അവകാശിയായുള്ള എബ്രഹാം എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ വാഗ്ദാനമെല്ലാം ദൈവം കൊടുക്കുന്നത് സർക്കംസിഷന് മുമ്പാണ് അല്ലെ, പരിച്ഛേദനത്തിന് മുമ്പാണ്. അപ്പൊ പരിച്ഛേദനം എന്നുള്ളത് തന്നെ അദ്ദേഹത്തിന്റെ നീതി അല്ലെ, അത് ദൈവം ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത നീതി. തനിക്കുണ്ടായിരുന്ന വിശ്വാസം, പിതാവിലുണ്ടായിരുന്ന ദൈവത്തിലുണ്ടായിരുന്ന വിശ്വാസം കൊണ്ട് എബ്രഹാമിന് എന്താ പറഞ്ഞ റൈച്ചസ്നെസ് ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് ദൈവം കൊടുത്തത്. അപ്പൊ ആ ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് ദൈവം കൊടുത്തിരിക്കുന്ന റൈച്ചസ്നെസ് അല്ലെ, ഫെയ്ത്ത് വഴി ഉണ്ടായ റൈച്ചസ്നെസ്. അപ്പൊ അതിന്റെ സൈനായിട്ടാണ് സർക്കംസിഷൻ ദൈവം കൊടുത്തിരിക്കുന്നത്. അതിന്റെ സൈനാണ് സർക്കംസിഷൻ. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവത്തിൽ ആര് വിശ്വസിക്കുന്നു, യേശുക്രിസ്തുവിൽ ആര് വിശ്വസിക്കുന്നു അല്ലെ, അതിപ്പോ ജൂതന്മാരായിരിക്കട്ടെ ജാതിയപ്പെട്ടവരായിരിക്കട്ടെ ആരാന്ന് പറഞ്ഞാലും പറ്റില്ല, വിശ്വസിക്കുന്നവരുടെ എല്ലാം പിതാവായിട്ട് അബ്രഹാം മാറിയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയായിട്ടുള്ള പിതാവായിട്ടുള്ള അബ്രഹാമിന്റെ പല നേഷൻസിന്റെ പിതാവായിരിക്കുന്ന എബ്രഹാമിനോട് ദൈവം പറഞ്ഞിരിക്കുകയാണ്, ഈ ലോകത്തിന്റെ അവകാശിയാണ് നീ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പം
ആ എബ്രഹാമിന്റെ സന്തതികളാണ് നമ്മൾ എന്ന് നമ്മൾ ഗലാത്യർക്ക് ലേഖനത്തിലേക്ക് 3-ാമത്തെ ചാപ്റ്ററിന്റെ അവസാനത്തെ വാക്കിൽ 26 തൊട്ട് 29 വരെ വായിക്കാൻ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ പറഞ്ഞു, യേശു ക്രിസ്തുവിൽ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാവുന്നു. ക്രിസ്തുവിനോട് ചേരുവാൻ നാം സ്നാനം ഏറ്റിരിക്കുന്നു. നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനും യവനുമില്ല, ദാസനും സ്വതന്ത്രനും ഇല്ല, ആണും പെണ്ണും എന്നില്ല, നിങ്ങൾ എല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നത്രേ. ക്രിസ്തുവിനുള്ളവർ എങ്കിലോ നിങ്ങൾ എബ്രഹാമിന്റെ സന്തതി വാഗ്ദാനപ്രകാരം അവകാശികളുമാകുന്നു. അപ്പൊ ക്രിസ്തുവിലായിരിക്കുന്ന നമ്മൾ വാഗ്ദത്തത്തിന്റെ അവകാശികൾ. അപ്പൊ ക്രിസ്തു വഴി യുനോ ക്രിസ്തുവിന്റെ നാളുകൾ കണ്ട് എബ്രഹാം ആനന്ദിച്ചു എന്ന് പറയുന്നല്ലേ. അപ്പോ എബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം എബ്രഹാമിന്റെ വിശ്വാസം കൊണ്ട് എബ്രഹാമിന് ഈ ലോകത്തെ അവകാശമായി കൊടുക്കുമെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഹോളി സ്പിരിറ്റ് ഗോഡും ഒരു വാഗ്ദാനമാണ് അല്ലെ. അപ്പോ തന്റെ വിശ്വാസം കൊണ്ട് വിശ്വാസം കൊണ്ട് ദൈവം കൊടുത്തിരിക്കുന്ന ആ എന്താ പറയാ ആ റൈച്ചസ്നെസ് കൊണ്ട് എബ്രഹാമിന്റെ ആ ഒരു വാഗ്ദാനം നമ്മളിലേക്കും വന്നിരിക്കുവാണ് അല്ലെ. നമ്മളിലേക്കും വന്നിരിക്കും. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകൾ വെച്ചാൽ ഇതേ ചാപ്റ്ററിന്റെ തന്നെ ഗലാത്യർ ലേഖനത്തിന്റെ 3-ാമത്തെ ചാപ്റ്ററിന്റെ 14-ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, എബ്രഹാമിന്റെ അനുഗ്രഹം യേശു ക്രിസ്തുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിക്കാൻ തന്നെ. എന്ന് വെച്ച് കഴിഞ്ഞാല് എബ്രഹാമിന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? ആ റൈച്ചസ്നെസ് അല്ലെ, നീതി ദൈവം കൊടുത്ത് ഫ്രീ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. അത് ക്രിസ്തുയേശുവിൽ ജാതികൾക്കും വരേണ്ടതിന് അല്ലെ. അപ്പൊ ആ റൈച്ചസ്നെസ് ഫെയ്ത്ത് വഴി കിട്ടിയിരുന്ന ആ റൈച്ചസ്നെസ് എബ്രഹാമിന് കിട്ടിയ നമ്മൾക്കും കൂടെ കിട്ടണം. അതിനുവേണ്ടി അല്ലെ, നമ്മൾക്കൂടെ ജാതികൾക്കും വരേണ്ടത് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്തിൽ പ്രാപിക്കാൻ തന്നെ. അപ്പൊ ആ റൈച്ചസ്നെസ് യേശു ക്രിസ്തു വഴി നമുക്കും വരണം. അങ്ങനെ ആത്മാവെന്ന വാഗ്ദാനം അല്ലെ, പിതാവ് ജീസസ് ക്രൈസ്റ്റ് കൊടുത്തിരുന്ന ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിരുന്ന വാഗ്ദാനം അല്ലെ. ശിഷ്യന്മാരോട് പറയും നിങ്ങൾ ഇവിടുന്ന് പോകരുത് അല്ലെ, പിതാവ് തന്നിരിക്കുന്ന വാഗ്ദാനം കിട്ടുന്നത് വരെ നിങ്ങൾ പോകരുതെന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ഹോളി സ്പിരിറ്റ് ഗോഡ്. അപ്പൊ നമ്മൾക്കും കിട്ടുന്നതിന് വേണ്ടി അല്ലെ, നമ്മൾക്കും കിട്ടുന്നതിന് വേണ്ടി. അപ്പൊ എബ്രാഹാമിന്റെ ആ ഫ്രീ ഗിഫ്റ്റ് ഓഫ് റൈച്ചസ്നെസ് നമ്മൾക്കിലേക്കും വരുന്നതിന് വേണ്ടി. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് വിശ്വാസം ആരൊക്കെ വിശ്വസിക്കുന്നു, സ്നാനമല്ല സർക്കംസിഷൻ കഴിഞ്ഞിട്ട് പരിശോധന കഴിഞ്ഞവരാണ്, അല്ലെങ്കിലും ദൈവത്തിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയാണ്, അവര് എബ്രാഹാമിന്റെ ഫാമിലിയാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഉള്ളതാണ് ലോകത്തിന്റെ അവകാശം. ലോകത്തിന്റെ അവകാശം എബ്രഹാം നമ്മുടെ പിതാവാണ്. പിതാവിന്റെ അവകാശം, പിതാവിന്റെ സ്വത്ത് മക്കൾക്കാണ് വരുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് കിട്ടിയിരിക്കുന്നതാണ് അല്ലെ. നമ്മൾ യേശുവിന്റെ പ്രോപ്പർട്ടിയാണ്. നമ്മൾ എബ്രഹാമിന്റെ ഫാമിലി പെട്ടവരാണ്, എബ്രഹാമിന്റെ മക്കളാണ്. നമ്മൾ യേശുവിന്റെ മക്കളാണെങ്കിൽ യേശുവിൽ ഉള്ളവരാണെങ്കിൽ എബ്രഹാമിന്റെ സന്തതികൾ തന്നെയാണ്. അപ്പൊ ഈ ലോകം അവകാശമായിരിക്കാൻ നമ്മൾക്കാണ്. ഒന്നും മനസ്സിലാക്കുക. എപ്പോഴും ഈ ലോകം നമ്മൾക്ക് അവകാശമായിട്ടുള്ളതാണ്. അപ്പൊ ഇനി നമ്മള് വെളിപാടിലേക്ക് പോകുമ്പോൾ 20-ാമത്തെ ചാപ്റ്റർ നമുക്ക് കാണാൻ പറ്റും, നമ്മള് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്നു യേശുക്രിസ്തുവിന്റെ ഒപ്പം. നമുക്ക് ഇവിടെ ഭരിക്കാൻ വേണ്ടി ജനിക്കപ്പെട്ടവരാണ് നമ്മൾ. നേരത്തെ കാര്യമല്ല പറഞ്ഞു, വിശ്വാസികളായിരിക്കുന്നവരെ പറ്റി പറയുന്നത്. യേശുവിലായി കഴിയുമ്പോഴേക്കും നമ്മൾ ഭരിക്കാനായിട്ട് അല്ലെ, നമ്മൾ വാഴാൻ വേണ്ടി ജനിക്കപ്പെട്ടിരിക്കുന്നവരാണ്. റോമക്കത്ത് ലേഖനത്തിൽ 5-ാമത്തെ ചാപ്റ്ററിന് 17 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവൻ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. ഏകന്റെ ലംഘനത്താൽ മരണം ഏകൻ നിമിത്തം വാണു എങ്കിൽ ആദത്തിന്റെ ലംഘനം, ആദം പാപം ചെയ്തപ്പോൾ മരണം ഈ ലോകത്തിലേക്ക് വരികയും അവിടെ ഈ ലോകത്തിൽ മരണം വാഴുകയും ചെയ്തെങ്കിൽ നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ, ദൈവത്തിന്റെ കൃപയുടെ നീതിദാനത്തിന്റെ സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും അല്ലെ. അപ്പോൾ നമ്മള് വാഴാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നതാണ് ദൈവം. അപ്പൊ വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന 20-ാമത്തെ ചാപ്റ്ററിലെ 3-4 വാക്കുകളൊക്കെ വായിക്കാൻ നമുക്ക് അറിയാൻ പറ്റും. ദൈവം നമ്മൾ പറഞ്ഞിരിക്കുവാണ്, നമ്മള് ഈ ലോകത്തിലേക്ക് 4 തൊട്ട് 6 വരെയുള്ള വാക്കുകളൊക്കെ വായിക്കാൻ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുക, നമ്മൾ വരുക തിരിച്ച് ലോകത്തിലേക്ക് അല്ലെ, ദൈവത്തിന്റെ ഒപ്പം യേശുവിന്റെ ഒപ്പം നമ്മൾ വരും ഇവിടെ നിന്ന് വാഴാൻ വേണ്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴാൻ വേണ്ടി വരും എന്ന് പറയുമ്പോ ഈ ലോകം ദൈവത്തിൻ്റെതാണ്. മത്തായിന്റെ സുവിശേഷത്തിലേക്ക് പോകുമ്പം
28ാമത്തെ ചാപ്റ്ററിന്റെ 18ാമത്തെ വാക്ക് ഇങ്ങനെ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, സ്വർഗവും ഭൂമിയും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുക, അല്ലെ? അപ്പൊ പിതാവ് പുത്രന് ദാനമായിട്ട് കൊടുത്തു കഴിക്കുകയാണ് സ്വർഗവും ഭൂമിയും അതിന്റെ സകല അധികാരവും കൊടുത്തിരിക്കുക. അപ്പൊ അങ്ങനെയാകുമ്പോ സ്വർഗത്തിന്റെ ഭൂമിയുടെ സകലത്തിന്റെ അധികാരം യേശുക്രിസ്തുവിന്, യേശു തൻ്റെ ഫ്രണ്ടായിട്ടുള്ള എബ്രഹാമിന്, അല്ലെ, ഈ ലോകത്തിന്റെ ആകാനുള്ള അനുവാദം കൊടുത്തിരിക്കുന്നു, ലോകത്തിന്റെ അവകാശിയാക്കിയിരിക്കുന്നു എബ്രഹാമിനെ. നമ്മളും യേശുവിലുള്ള വിശ്വാസം കൊണ്ട് എബ്രഹാമിന്റെ ഫാമിലി ആയിരിക്കുന്നു, എബ്രഹാമിന്റെ കുഞ്ഞുങ്ങളായിരിക്കുന്നു. അങ്ങനെ നമുക്കും ഈ ലോകത്തിന്റെ അവകാശം കിട്ടിയിരിക്കുന്നു. അങ്ങനെയാകുമ്പോ ഇത് ദൈവത്തിൻ്റെതാണ്, നമ്മൾ ദൈവത്തിൻ്റെതാണ്. അങ്ങനെയാകുമ്പോ എന്തിനാണ് ഇവിടെ ഈ പിശാച് കയറി കിടന്ന് ഇങ്ങനെ ചെയ്യുന്നത്, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്? എന്തിനാണ് അവൻ അസുഖങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്? എന്തുകൊണ്ടാണ് അവൻ ബന്ധനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്, അല്ലെ? അത് അവൻ കൊണ്ടുവരും. നമ്മൾ എന്തിനാണ് അനുവദിച്ചു കൊടുക്കുന്നത്? ഇതൊക്കെ നമ്മൾ പോലും നമ്മൾക്ക് അറിയത്തില്ലാത്തത് കൊണ്ടാണ് പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടാകുന്നത്. നമ്മളുടെ വിചാരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ ചെന്ന് വിട്ടുക, അല്ലെ? അതാണല്ലോ നമ്മൾ വിചാരിക്കുന്നത്. നല്ല നടപ്പ് നടക്കുക, സ്വർഗത്തിൽ ചെന്നെത്തിപ്പെടുക, അതെല്ലാം വേണ്ടതാണ്, അല്ലെ? യേശുവിൽ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ യേശുവിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് തെറ്റുകളും പാപങ്ങളും ഒന്നും ചെയ്യാതെ നമ്മൾ ജീവിക്കണം. ഹോൾ ഗോഡ് നമ്മളെ നയിക്കും. അങ്ങനെ നമ്മൾ ദൈവത്തിലായിരിക്കും, അല്ലെ? അപ്പൊ അങ്ങനെ നമുക്ക് സ്വർഗത്തിൽ എത്തിപ്പെടാൻ പറ്റും. പക്ഷെ അവിടെ കൊണ്ട് തീരുന്നില്ല. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ സ്വർഗത്തിൽ എത്തിപ്പെടും, അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ തീർന്നു, അല്ലെ? അപ്പൊ സ്വർഗത്തിൽ എത്തിപ്പെടുന്നതിനെ പറ്റി മാത്രമേ മിക്കവാറും ആൾക്കാര് വിചാരിക്കുന്നുള്ളൂ. അതിനുവേണ്ടി അവർ വളരെയധികം വർക്ക് ചെയ്യുന്നു. അപ്പൊ അത് വാസ്തവമാണ്. അവർക്ക് വർക്ക് ചെയ്യണം, എല്ലാവരും വർക്ക് ചെയ്യണം, എല്ലാവരും മണവാളിന്റെ വരവിനായിട്ട് കാത്തിരിക്കുക തന്നെ ചെയ്യും. നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യണം, വാസ്തവമാണ്. പക്ഷെ അവിടെ കൊണ്ട് തീരുന്നില്ല, അല്ലെ? അവിടെ കൊണ്ട് തീരുന്ന സ്വർഗത്തിൽ എത്തിപ്പെടുക എന്നുള്ളതുകൊണ്ടല്ല കാര്യം. നമ്മൾ തിരിച്ചു ഭൂമിയിലേക്ക് വരും, യേശുവിന്റെ ഒപ്പം നമ്മൾ തിരിച്ചു വരുന്നു, അല്ലെ? അപ്പൊ ഇവിടെ 1000 വർഷക്കാലം യേശുവിന്റെ ഒപ്പം തന്നെ നമ്മൾ ഭരിക്കുന്നു. നമ്മൾ വാഴാൻ വേണ്ടി ജനിച്ച വ്യക്തികളാണല്ലോ, അല്ലെ? അപ്പൊ നമ്മൾ ഭരിക്കുന്നു. അതിനുശേഷം ആ 1000 വർഷങ്ങള് എന്താ പറയാ, ശേഷമല്ല, 1000 വർഷം യേശു ഭരിക്കുന്ന സമയത്ത് 1000 വർഷം പിശാചിനെ ബന്ധനസ്ഥനാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ അതിനുശേഷം 1000 വർഷത്തിന് ശേഷം കുറച്ച് ദിവസത്തേക്ക് അവനെ ഒന്ന് ബന്ധനത്തിൽ നിന്ന് മോചിതനാകുന്നു. അതിനുശേഷം അവസാനമായിട്ട് പിന്നെ ജഡ്ജ്മെന്റും അല്ലെ, ന്യായ സിംഹാസനത്തിന് മുമ്പ് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പുതിയ ആകാശം പുതിയ ഭൂമിയും ദൈവം സൃഷ്ടിക്കുന്നു. അവിടെ നമ്മൾ പിന്നെയും ഉണ്ടായിരിക്കും, അല്ലെ? അപ്പൊ അതാണ് നടക്കാൻ പോകുന്നത്. അപ്പൊ അതിനായിട്ടാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ നമ്മളുടേതാണ് ഈ ലോകം, നമ്മളുടേതാണ് ഈ ഭൂമി. അപ്പൊ ഈ ലോകത്തില് എന്ത് നടക്കണം, ലോകത്തിന്റെ നിയമം അത് ദൈവത്തിന്റെ നിയമമായിരിക്കണം. എന്ന് വെച്ചാൽ ദൈവം നമ്മൾ വഴി ഈ ലോകത്തിന്റെ നിയമമായിട്ട് ഭരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു, അല്ലെ? ദൈവത്തിന്റെ കിങ്ഡം വരണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം ഈ ലോകത്തിലേക്ക്. അപ്പൊ നമ്മൾ അറിവുള്ള വ്യക്തികളായിരിക്കുക. നമ്മൾ അറിവില്ലാത്ത വ്യക്തികളാകുമ്പോഴാണ്, ഈ അറിവില്ലാത്ത മനസ്സുള്ള വ്യക്തികളുടെ മനസ്സിലാണ് സൈറ്റൻ വർക്ക് ചെയ്യുന്ന, അവനവിടെ വളരുകയും ചെയ്യുന്നത്. നമുക്ക് അറിവുണ്ടെങ്കിൽ, നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കുമ്പോൾ, അല്ലെ, യേശുക്രിസ്തു നമ്മൾക്ക് വേണ്ടി എന്താണ് ക്രോസ് ഓഫ് കാൽവറി ചെയ്തു തന്നെന്ന് മനസ്സിലാക്കുമ്പോൾ, അല്ലെ, നമ്മള് ദൈവത്തിന്റെ മക്കളാണെന്നും മനസ്സിലാക്കുമ്പോൾ, നമ്മളിപ്പോ ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൽ 3ാമത്തെ ചാപ്റ്റർ നമ്മൾ വായിച്ചതേ ഉള്ളൂ. യേശുവിനുള്ള വിശ്വാസം കാരണം നമ്മള് ദൈവത്തിന്റെ മക്കളായി തീർന്നിരിക്കുകയാണ്, അല്ലെ? അപ്പൊ ആ ഒരു വിശ്വാസം നമുക്കുള്ളപ്പോ, ഒരു അറിവ് നമുക്കുള്ളപ്പോ, അപ്പൊ നമ്മൾ ആരാണ് നമുക്ക് മനസ്സിലാകുമ്പോ നമ്മളുടെ എന്താ പറയാ അപ്രോച്ച്, അല്ലെ, സൈറ്റനുമായിട്ടുള്ള നമ്മളുടെ ഒരു അപ്രോച്ച് അത് ഡിഫറെന്റ് ആയിരിക്കും, അല്ലെ? മിക്കവാറും തന്നെ ആൾക്കാര് മിക്കവാറും എന്ന് പറയാൻ പറ്റില്ല, ചില ആൾക്കാരെങ്കിലും ഭയപ്പെടുന്ന സൈറ്റനെയാണ്, അല്ലെ? ദൈവത്തെയല്ല. ദൈവത്തെ നമ്മൾ ഓരോ ദിവസത്തെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ദൈവത്തെ നമ്മൾ ഓർക്കുന്നതിനേക്കാളും വളരെ കൂടുതലായിട്ട് സൈറ്റനെ ഓർക്കുന്ന വ്യക്തികൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബോണ്ടേജ് ആണ്, എനിക്ക് ബന്ധനമാണ്, എനിക്ക് അതാണ് എൻ്റെ ജീവിതത്തിൽ, ഇതാണ് പ്രശ്നം, പോരാട്ടമാണ് എൻ്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന പല വ്യക്തികളാണുള്ളത് നമ്മുടെ ക്രിസ്തീയ സമൂഹത്തിലുള്ള വ്യക്തികൾ, അല്ലെ? എന്നാൽ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്നും ദൈവത്തിന്റെ സന്തതികളാണെങ്കിൽ ദൈവത്തിന്റെ ശക്തിയാണ് നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്നതെന്നും, യേശുക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച അതേ ശക്തിയാണ് നമ്മുടെ ഉള്ളിലേക്ക് വ്യാപരിക്കുന്നതെന്നും, നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്നതെന്നും നമ്മൾ മനസ്സിലാക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈറ്റൻ അത് നമ്മുടെ അറിവില്ലാഴിക അത് ഒരു വളമാക്കി എടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പല പ്രവൃത്തികളായിട്ട് വരും,
അല്ലെ? പാപവും അസുഖങ്ങളും എന്താ പറയണെ ശാപങ്ങളും പിന്നെ ഇത് ദാരിദ്ര്യവും എല്ലാം കഴിഞ്ഞു പോയ കാലത്തിന്റെ പാപത്തിൻ്റെതായിട്ട് എൻ്റെ പാർട്ടായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അല്ലാതെ യേശുവിലായിരിക്കുന്ന വ്യക്തികൾ, യേശുവിന്റെ രക്ഷകനായിട്ട് സ്വീകരിച്ച് സ്നാനം ഏറ്റെടുത്ത് യേശുവിൽ പുതിയ ജീവിതമായി തീർന്നിരിക്കുന്ന വ്യക്തികള് റോമക്കരുടെ ലേഖനത്തിലെ 6-ാമത്തെ ചാപ്റ്ററിലെ 3-4 വാക്കുകൾ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. പുതിയ ജീവിതമായി ജീവികളായി തീർന്നിരിക്കുന്ന നമ്മൾക്ക് ബാധിക്കുന്ന കാര്യമില്ലാത്തൊന്നും. അത് നമ്മുടേതല്ല. നമ്മൾ ഇന്ന് യേശുവിൽ ഹിഡനാണ്, അല്ലെ? യേശുവിലാണ് നമ്മൾ ഉള്ളത്. നമ്മുടെ ജീവന് അവനിലാണ് ഉള്ളത്. അപ്പൊ അങ്ങനെയാകുമ്പം ഇതൊന്നും നമ്മുടെ പാട്ടല്ല. അതൊന്നും നമ്മള് ഈ എന്താ പറയാ പാപവും അസുഖങ്ങളും അതൊന്നും നമ്മള് എന്റർടൈൻ ചെയ്യേണ്ട കാര്യമില്ല നമ്മുടെ ജീവിതത്തിൽ, അല്ലെ? സെയ്റ്റൻ അവന്റെ വർക്കിനെ നമ്മൾ എന്റർടൈൻ ചെയ്യേണ്ട കാര്യമില്ല. സെയ്റ്റൻ ഇവിടെ ചെയ്യുന്ന ലോകത്തിലുള്ള കാര്യങ്ങളെ അത് നമ്മൾ കണ്ടുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല, അല്ലെ? അവന്റേതല്ല ടെറിട്ടോറിയൽ ഫോഴ്സസ് ഒരുപാടുണ്ട്. അതെന്തുകൊണ്ടാ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ലേ പല പറഞ്ഞു കേട്ടത് തന്നെയല്ല, ഇതാണ് വാസ്തവം. ഓരോ സ്ഥലത്തും പിശാചിന് അവന്റെ ടീമുകളുണ്ട്. അവൻ ആ ടെറിട്ടറി ആ ഏരിയന് മൊത്തം പിടിച്ചു വെച്ചിരിക്കുക, അല്ലെ? അപ്പൊ അവിടെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ മക്കള് നമ്മളെല്ലാവരും സ്ട്രോങ് ആയിട്ട് സ്ട്രോങ് ആയിട്ട് ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. കാരണം സെയ്റ്റന്റെ ടീം എന്ന് പറഞ്ഞാല് മൂന്നിലൊന്നേ ഉള്ളു അവന്, അല്ലെ? ഫുള്ളായിട്ട് എടുക്കും. അതിന്റെ രണ്ട് പാട്ടും നമ്മുടെ ഒപ്പമുണ്ട്, അല്ലെ? ഏഞ്ചൽസും ദൈവത്തിന്റെ ഒപ്പമാണ് ഉള്ളവരാണ്. അപ്പൊ അങ്ങനെയാകുമ്പം എലൈഷ തന്റെ എന്താ പറയാ ഗഹാസിന്റെ കണ്ണ് തുറപ്പിച്ചതുപോലെ, അല്ലെ? അപ്പൊ നോക്കുമ്പോ ഇഷ്ടംപോലെ ആർമി ചുറ്റോട് നിൽക്കുക. ശത്രുവിനേക്കാളും വളരെയധികം ആർമിയാണ്, ഏഞ്ചൽസിന്റെ ആർമിയാണ് ഉള്ളത്, അല്ലെ? അങ്ങനെയാകുമ്പം നമ്മളുടെ കൂടെ ഏഞ്ചൽസ് ഉണ്ട്. അപ്പൊ നമ്മൾ സ്ട്രോങ് ആയിട്ട് ദൈവത്തിൽ വിശ്വസിച്ചും ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് നിൽക്കുമ്പോ എന്താ പറയാ ഏഞ്ചൽസിന്റെ പ്രസൻസ് ഉണ്ടാവും. ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ഏഞ്ചൽസിന്റെ പ്രസൻസ് നമ്മുടെ ഒപ്പം ഉണ്ടായിരിക്കും. അങ്ങനെയാകുമ്പോ ആ ടെറിട്ടറി മൊത്തം നമ്മൾക്ക് കിട്ടും, ആ ഏരിയ മൊത്തം നമ്മൾക്ക് കിട്ടും. നമ്മൾ എത്രമാത്രം സ്ട്രോങ് ആയിരിക്കുന്നു അതുപോലെയായിരിക്കും സമൂഹത്തിലെ നീതിയും ന്യായവും ഒക്കെ നടക്കുന്നതെന്ന് ചുരുക്കം, അല്ലെ? അപ്പൊ നമ്മൾ ഈ ലോകത്തിൽ കണ്ട സകല പ്രശ്നത്തിനെയും അതിന്റെ ബിഹൈൻഡ് ദ സീനില് ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന ഇതുണ്ട്, എന്താ പറയാ ആത്മീയ യുദ്ധങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. ആത്മീയ കാര്യങ്ങൾ ആത്മീയം എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് ദൈവത്തിന്റെ കാര്യത്തെ പറ്റിയല്ല പറയുന്നത്, ആ ഒരു ആത്മീയ ലോകം, അല്ലെ? ആ ഡാർക്ക്നെസിന്റെയും ലൈറ്റിന്റെയും ആ ലോകം. അപ്പൊ അത് അവിടെ പല യുദ്ധങ്ങളും പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയാകുമ്പോ ഫോഴ്സസ് ഓഫ് ഡാർക്ക്നെസ് അല്ലെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ സമൂഹത്തിൽ നമ്മള് മനസ്സിലാക്കുമ്പോൾ, നമ്മൾ ആരെന്നും മനസ്സിലാക്കുമ്പോൾ ഈ ലോകത്തിന്റെ സൃഷ്ടി തന്നെ എന്താ പറയുക നമ്മുടെ മാനിഫെസ്റ്റേഷൻ, നമ്മുടെ റിവീലിങ്ങിനായിട്ട്, അല്ലെ? സൺസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ മക്കളുടെ റിവീലിങ്ങിനായിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? അപ്പൊ എന്ന് വെച്ചാൽ ഗ്രോൺ ചെയ്തുകൊണ്ട് ഇരിക്കുവാണ്, അത് ഞെരങ്ങിക്കൊണ്ട് ഇരിക്കുവാണ്. അപ്പൊ നമ്മൾ ആരെന്നും മനസ്സിലാക്കിക്കൊണ്ട്, അല്ലെ? നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ ആരാണെന്നുള്ള ഒരു പൂർണ്ണ ബോധ്യത്തോടു കൂടി തന്നെ നമ്മള് ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് ദൈവത്തിന് വേണ്ടി യേശുക്രിസ്തുവിന് നിൽക്കുന്ന വ്യക്തികളായിട്ട് ദൈവത്തിന്റെ മക്കളായിട്ട് നിലകൊള്ളുമ്പോൾ സൈറ്റന് ഇവിടെ നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ ചുറ്റോടിയിട്ടോ നമ്മുടെ സമൂഹത്തിലോ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കത്തില്ല. നമ്മൾ സ്ട്രോങ് അല്ലാതിരിക്കുമ്പോൾ നമ്മള് ക്രിസ്ത്യാനിറ്റി എന്നുള്ളത് വെറുതെ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടി ജീവിക്കാൻ വിടവും നമ്മുടെ പാവമൊക്കെ ഒന്ന് കഴുകി പോകണം, അത് മാത്രമായിട്ട് ഉള്ളൊരു ജീവിതം ആണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചർച്ചിന്റെ ഒരു പാട്ടായിട്ട് നിൽക്കണം, അതിനൊക്കെ വേണ്ടി അങ്ങനെയുള്ള ജീവിതം മാത്രമാണ് നമ്മളിങ്ങനെ ജീവിക്കുന്നതെങ്കിൽ നമ്മൾക്ക് ശക്തി ഉണ്ടാകത്തില്ല, ഒന്നും ഉണ്ടാകത്തില്ല. പക്ഷെ ദൈവം നമ്മളെപ്പറ്റി വിചാരിക്കുന്നത് ദൈവത്തിന്റെ മക്കളായിട്ട്, ശക്തരായിട്ടുള്ള ദൈവത്തിന്റെ മക്കളായിട്ട് തന്നെ, ദൈവത്തെ വാഴ്ത്തുന്നവരായിട്ട്, ദൈവത്തോട് നിൽക്കുന്നവരായിട്ട്, ശക്തരായിട്ടുള്ള മക്കൾ, കരുത്തരായിട്ടുള്ള മക്കളായിരിക്കാനാണ് ദൈവം നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നത്. അതായിരിക്കട്ടെ നമ്മളല്ല. അപ്പൊ അങ്ങനെയാകുമ്പോ ഒരു പിശാചിന്റെ ഒരു
വർക്കും ഈ ലോകത്തിന്റെ ഒരു ഭാഗത്ത് പോലും ഉണ്ടാകത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും ലോകത്തിന്റെ ഓരോ ഭാഗത്തും നമ്മളിൽ ഓരോരുത്തരുണ്ടെങ്കിൽ അല്ലെ, ദൈവത്തിന്റെ വർക്ക്, ദൈവത്തിന്റെ കിങ്ഡം ഈ ലോകത്തിലേക്ക് എസ്റ്റാബ്ലിഷ്ഡ് ആകും. അതിനുവേണ്ടി നമുക്ക് വർക്ക് ചെയ്യാം, അതിനുവേണ്ടി നമുക്ക് ജീവിക്കാം അല്ലെ, മനസ്സിലാക്കിക്കൊണ്ട് ഈ ലോകത്തിന്റെ അവകാശികളാണ് നമ്മൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ എത്തിപ്പെടണം എന്ന് പറഞ്ഞ് ജീവിക്കാതെ ഈ ലോകം എന്റേതാണ് അല്ലെ, അത് എന്റെ പിതാവിൻ്റെതാണ്, ഇതെങ്ങനെ ഈ സൈറ്റൻ എങ്ങനെ കയറിക്കിടന്ന് വർക്ക് ചെയ്യാൻ സാധിക്കും എന്ന് ഒരു അറിവോട് കൂടി തന്നെ അല്ലെ നമുക്ക് മുമ്പോട്ട് പോകും. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. കർത്താവെ, ഈ സമയത്തിന് നന്ദി പറയും. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രൈസ് ആൻഡ് വർഷിപ്പ് യു മൈറ്റി കിംഗ്. കർത്താവെ, ഞങ്ങൾക്ക് അറിവ് പറഞ്ഞു തന്നതിനായിട്ട് നന്ദി പറയുന്നു. കർത്താവ്, ഞങ്ങൾ വചനം വായിക്കുന്ന വ്യക്തികളായിരിക്കട്ടെ, വചനം വായിച്ച് കർത്താവ് വെറുതെ വായിച്ചു കൂടാതെ അതനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളായിരിക്കട്ടെ. മൈറ്റി കിംഗ്, താങ്ക് യു. എന്റെ പ്രൈസ് യു മാസ്റ്റർ. ഇന്ന് അനുഗ്രഹിച്ചിട്ട് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ് മാസ്റ്റർ. യേശുവിന്റെ നാമത്തിൽ അമ്മേ. കർത്താവെ, ഞങ്ങളുടെ ആഗ്രഹപ്രകാരം ഇഷ്ടപ്രകാരം ജീവിക്കുന്ന വ്യക്തികളായിരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഇത് കേട്ടതിന് നന്ദി. ദൈവത്തെ മാത്രം.